ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർക്ക് തിരിച്ചടി. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലിനാണ് അംഗീകാരം. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് ബില്ല്. വിവരങ്ങളുമായി എസ് ഷീജ, ഒപ്പം സിജു സുഗതൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ഷീജയിലേക്ക് പോകുമ്പോൾ, ഷീജ, ഏറ്റവും പ്രധാനം ഗവർണർ ദീർഘനാളായി ഒപ്പിടാതെ പിടിച്ചുവെച്ച ബില്ല്, അതിന് രാഷ്ട്രപതി അംഗീകാരം നൽകുമ്പോൾ എങ്ങനെ കാണണം ഈ നീക്കത്തെ? തീർച്ചയായും അസിത, ഗവർണർക്ക് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണിത് എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം കേരള നിയമസഭ പാസാക്കിയ ബില്ല്, അത് 2022 ഓഗസ്റ്റിൽ പാസാക്കിയ ബില്ല്, അത് ഗവർണർ ഒരു വർഷത്തിൽ അധികമായി ഒപ്പിടാതെ പിടിച്ചുവെച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് പല ബില്ലുകളും ഒപ്പിടാതെ പിടിച്ചുവെച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഗവർണർ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ചില ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചത്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഗവർണറുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഗവർണർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നു. പ്രധാനമായും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ല് എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ലിൽ ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഉള്ളൊരു ഇതിലെ തുടർ നടപടി എന്ന് പറയുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ഇത് സംബന്ധിച്ചുള്ള ഫയല് ഇവിടെ രാജ്ഭവനിൽ ഗവർണർക്ക് അടുത്ത് എത്തുന്നതായിരിക്കും. ഗവർണർക്ക് ആ ഫയലിൽ ഒപ്പിടേണ്ടി വരും എന്നുള്ളതാണ് ഇനി ഇതിൽ ശേഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗവർണർ തന്നെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല്, അത് ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച ബില്ല്, അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി തിരികെ ഗവർണറുടെ പക്കൽ വരുന്നു. അതിനുശേഷം ഗവർണറായിരിക്കും ഇത് ഒരു ഓർഡറായി പുറത്തിറക്കേണ്ടത്. ഏതായാലും ഗവർണറുടെ നിലപാടിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്. സർക്കാർ സ്വീകരിച്ച നിലപാട് അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. അസിത, ശരിയാണ്. ഷീജ പറഞ്ഞതുപോലെ ഗവർണർക്ക് കനത്ത തിരിച്ചടി, ഒപ്പം തന്നെ സർക്കാരിന്റെ നീക്കം അത് ശരിയായ രീതിയിലായിരുന്നു എന്നതുകൂടി ഗവർണർ ഒപ്പിടാത്ത ബില്ല് രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി തെളിയുകയാണ്.